ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ 90,044 ഭക്തർ ദർശനം നടത്തി. ഇന്നും തിരക്ക് തുടരുന്നു. മകരവിളക്കിന് മുന്നോടിയായി ഒരുക്കങ്ങളും സന്നിധാനത്ത് തുടങ്ങി. ജി ശ്രീത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീത്ത്, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1 ലക്ഷം കവിഞ്ഞ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയും സമാനമായ തിരക്ക് തന്നെയാണ്. കണക്കുകൾ കൃത്യമായി വരുമ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞ 1 ലക്ഷത്തിലേക്ക് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഭക്തർ എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. തീർച്ചയായും. പക്ഷെ ഇന്നലെ എന്തായാലും 1 ലക്ഷം എത്താനുള്ള സാധ്യത ഇനിയില്ല. 90,000 എന്നുള്ളത് ഒരു അന്തിമമായ കണക്കാണ്. ഇന്ന് രാവിലെയും തിരക്കിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ, കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തതിന് സമാനമായ അത്ര തിരക്കില്ല. ഇന്നലെയൊക്കെ ഏതാണ്ട് 7 മണി വരെ 24,000 ഭക്തർ എത്തിയെങ്കിൽ ഇന്നത് 16,000 എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, ഒരു കാര്യമുള്ളത്, ഇന്നലെ ഏതാണ്ട് ഉച്ചവരെ മാത്രം 50,000 ഭക്തർ ദർശനം നടത്തിയിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 40,000 ഭക്തരെത്തി. പക്ഷേ സാധാരണഗതിയിൽ അത്ര 50,000 ഭക്തരൊക്കെ ഉച്ചയ്ക്ക് മുൻപ് എത്തിയാൽ അന്ന് 1 ലക്ഷവും കടന്ന് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അത്രത്തോളം വലിയ തിരക്കുണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും തിരക്ക് പല ഘട്ടത്തിലാണ് ഉയർന്നു വരുന്നത്. ഇന്നിപ്പോ രാവിലെ സാധാരണഗതിയിൽ ഏതാണ്ട് എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണിയോടെ ഒരു 24,000-ലധികം ആളുകൾ എത്താറുണ്ട്. പക്ഷെ ഇന്ന് അത്രയും എത്തിയിട്ടില്ല. ഇനിയും എത്താനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോ പൂജയൊക്കെ കഴിഞ്ഞതുകൊണ്ടുള്ള വലിയ തിരക്കാണ്. ഫ്ലൈ ഓവർ നിറഞ്ഞ ഭക്തർ ഇവിടെ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാലും ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് കൂടും. പ്രത്യേകിച്ച് ഒരു 10-ാം തീയതിയോട് കൂടിയൊക്കെ ഇവിടെ കൂടുതൽ ഭക്തർ എത്തും. പർണശാല കെട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർ പോകും എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. തിരുവാഭരണ ഘോഷയാത്ര ഞായറാഴ്ചയാണ് പന്തളത്ത് നിന്ന് പുറപ്പെടുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും നടന്നു വരികയാണ്. എന്തായാലും വലിയ ആഘോഷത്തിലേക്ക്, അതിന്റെ ഉത്സവാഘോഷത്തിലേക്ക് ശബരിമല സന്നിധാനം ഫലത്തിൽ മാറുന്ന കാഴ്ചയാണുള്ളത്. ഇതുവരെ കണ്ടതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ എത്തുന്ന ഭക്തർ പർണശാലയൊക്കെ അടിച്ച് തമ്പടിച്ച് കാത്തു നിൽക്കും മകര വിളക്ക് ദർശനത്തിന്. എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും സന്നിധാനത്ത് തുടങ്ങിക്കഴിഞ്ഞു. രഞ്ജിത്ത്. ശരി, ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമലയിലെ